ഹായ്, വെൽക്കം ടു സിനിഗ്രാം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെയൊക്കെ ഒരു കോളേജ് ചോക്ലേറ്റ് ബോയ് ആയിരുന്നു എന്ന കുറച്ച് അടുത്തായിട്ട് നമ്മുടെ ദൃശ്യം മൂവിയിൽ ഒരു സർപ്രൈസ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരാളാണ്. അത് നമുക്ക് ആരാന്ന് കാണാം. ഹലോ നമസ്കാരം. എന്താ ക്യൂട്ടായിട്ടുള്ള വെൽക്കം ടു സിനിഗ്രാം മീഡിയ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം എന്താ, ഇപ്പം ദൃശ്യം 3 റിലീസായിരിക്കുകയാണ്. നല്ല റിവ്യൂസ് ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. എപ്പോഴും നമ്മുടെ ദൃശ്യം റിലീസാവുമ്പോൾ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് ദൃശ്യം എന്നുള്ളൊരു സിനിമ. അപ്പോൾ 2013 ഈ സിനിമയുടെ ഒരു ഭാഗമാകുമ്പോൾ എന്തായിരുന്നു റോഷൻ്റെ ഒരു അനുഭവം? അനുഭവം എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ച് അന്നൊക്കെ നല്ല സിനിമകളുടെ ഭാഗമാകാമെന്നായിരുന്നു നമ്മളെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനപ്പം കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിരുന്ന സമയമാണ്. ആ സമയത്താണ് എന്നെ ഇങ്ങനെ ആൻ്റണി പെരുമ്പാവൂർ സാറുടെ പ്രൊഡക്ഷനിൽ വിളിക്കുന്നു. ഇങ്ങനെ ജിത്തു ജോസഫ് സാർ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം, മോഹൻലാൽ സാർ നായകനാകുന്നു, അതിലൊരു കഥാപാത്രത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പോൾ താല്പര്യമുണ്ടോ ചോദിച്ചപ്പോൾ നമ്മൾ പിന്നെ താല്പര്യമുണ്ടോ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ പോയി ചെയ്യുമല്ലോ. അങ്ങനെ വന്ന് അഭിനയിച്ചൊരു സിനിമയാണ്. പിന്നെ അതിനുശേഷം സിനിമ ഇത്രയും പീക്കിലേക്ക് പോയി. അതിൻ്റെ സീക്വൽസ് വന്നു, സെക്കൻഡ് വന്നു, ഇതിപ്പോൾ ഇന്ന് 3rd റിലീസായിരിക്കുന്നു. വളരെ നല്ല അഭിപ്രായത്തോടെ തിയേറ്ററിൽ റണ്ണിങ് ആണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ സിനിമയുടെ ഒരു നെടുന്തൂണെന്ന നിലയിൽ ഐ എം റിയലി ഹാപ്പി. അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തുകൊണ്ടാണ് മലയാളികളെന്നല്ല, ഞാൻ എവിടെ പോയാലും ഇപ്പം ഞാൻ തെലുങ്കിൽ സിനിമകൾ ചെയ്തിട്ടുണ്ട്, തമിഴിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എനിക്ക് ദൃശ്യം കൊണ്ട് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ നമുക്കൊരു വഴികാട്ടി എന്ന് തന്നെ പറയാം ഈ സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പിയാണ്. ഇതിൽ ഇന്നാവുമ്പോൾ വിചാരിച്ചിരുന്നോ ഇത്രയ്ക്കും ഒരു ഹൈപ്പിൽ ദൃശ്യം എത്തും എന്നുള്ളത്? അത് സത്യം പറഞ്ഞാൽ ഡയറക്ടർ പോലും വിചാരിച്ചാണില്ല, ഞാനൊന്നല്ല. കാരണം ദൃശ്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് മലയാള സിനിമ ദൃശ്യത്തിന് മുന്നേ ദൃശ്യത്തിന് ശേഷമാണ്. കാരണം അത് അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്ഷനും ഒരു മൂവിയായിരുന്നു ദൃശ്യം. അപ്പം അതുപോലൊരു സിനിമയിൽ വളരെ ഐക്കണിക് ആയിട്ടുള്ളൊരു സിനിമയിൽ നമ്മളൊരു ക്രൂഷ്യൽ റോൾ ചെയ്യുക, ആ റോള് ആഘോഷിക്കപ്പെടുക, എല്ലാ വർഷവും ആഘോഷിക്കപ്പെടുക, ആ കഥാപാത്രം, വരുൺ പ്രഭാകറിൻ്റെ കഥാപാത്രം ജനങ്ങൾ മറക്കാതിരിക്കുക, അതൊക്കെയാണ് ഒരു ആക്ടറിന് കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ഒരു ഐഡൻറ്റിറ്റി. അപ്പോൾ ഒരിക്കലും അന്ന് വിചാരിച്ചില്ല, അന്ന് ആ സിനിമ ചെയ്യുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായില്ല ഈ സിനിമ ഇത്രയും ഹൈപ്പിൽ പോകുന്നു, എല്ലാ ലാംഗ്വേജിലും, ഈവൻ ചൈനീസ് റീമേക്ക് വരെ ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല വേറൊരു മലയാള സിനിമ, ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ റെയർ ആണെന്ന് തോന്നുന്നു, റെയറസ്റ്റ് ആൻഡ് റെയർ ആണ് ഇപ്പോൾ ചൈനീസ് റീമേക്ക് ഉണ്ടായൊരു സിനിമ. സോ അതൊക്കെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണും. ഈ തമിഴിലും തെലുങ്കിലും ഇത് റീമേക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? തമിഴ്, അതായത് ദൃശ്യം മലയാളം ഇറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ അറിയാലോ, ആ ടൈമിൽ ഭയങ്കര റിവ്യൂസ് ആയിരുന്നു. ആ സമയത്താണ് സെക്കൻഡ് മൂവി ആയിട്ട് ഞാൻ ചെയ്തതാണ് പാപനാശം, എൻ്റെ തമിഴ് റീമേക്ക്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ ആ സിനിമയിൽ വിളിക്കുന്നു. കാരണം അത് ഒരു ഡിഫറെൻറ്റ് പ്രൊഡക്ഷനാണ്, ഒരു ഡിഫറെൻറ്റ് ജിത്തു ചേട്ടൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ അത് വേറൊരു പരിപാടിയാണ്. കമൽഹാസൻ സാർ പോലത്തെ വലിയൊരു ആക്ടർ, അതിൽ അവിടുത്തെ കുറേ ആക്ടേഴ്സ് വരുന്നു. അപ്പം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ആ കഥാപാത്രം നമ്മളെ തേടി എത്തുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു കോള് വരുന്നത്, ആ കഥാപാത്രം റോഷൻ തന്നെ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ജിത്തു ജോസഫ് തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അത് പോയി ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 6 months കഴിഞ്ഞപ്പോഴാണ് തെലുങ്ക് ചെയ്തത്. അപ്പോൾ ഒരിക്കലും വിചാരിക്കുന്നില്ല മലയാളം ചെയ്ത് കഴിഞ്ഞാൽ തെലുങ്കും തമിഴും ആ സെയിം ക്യാരക്ടർ നമ്മൾ വിളിക്കുന്നുള്ളത്. അതൊരു വലിയൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഭാഗ്യം തന്നെയാണ് അത്. പിന്നെ തീർച്ചയായിട്ടും ഭാഗ്യം തന്നെയാണ്. ഒരു സിനിമ കൊണ്ട് നമുക്ക് എല്ലാ ലാംഗ്വേജിലും റീച്ച് കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അന്നും ഇന്നും എന്നും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്കൊരു, അതായത് ഒരു സിനിമകൾ ഇപ്പം കിട്ടുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സിനിമ പാരമ്പര്യം ഉണ്ടാവുക, നെപ്പോട്ടിക് ഉണ്ടാവുക, അല്ലെങ്കിൽ അത്രയും ഒരു കോക്കസിൽ പോയി നമ്മൾ പെടുക. ഇതൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ദൃശ്യം. അപ്പോൾ ആ ഫ്രാഞ്ചൈസിൽ വന്നുകൊണ്ടായിരിക്കാം എനിക്ക് തെലുങ്കിലൊക്കെ അത്യാവശ്യം പടങ്ങൾ ചെയ്യാൻ പറ്റിയതും ഇന്നും നിലനിന്ന് പോകാൻ പറ്റുന്നതും അതുകൊണ്ടായിരിക്കാം. ലാലേട്ടനെ പോലുള്ള ഇത്രയും മഹാനായിട്ടുള്ള ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ ആക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് കോള് റോഷനെ തേടി വരുമ്പോൾ എന്തായിരുന്നു ആ ഒരു മൊമെൻറ്റിലുള്ള റോഷൻ്റെ ഒരു ഫീലിംഗ്? ഓഫ് കോഴ്സ് ആ സമയത്ത് നമുക്ക് ഫീലല്ല വരിക, നമുക്ക് വേറൊരു വൈബാണ് വരിക. അതായത് നമ്മൾ ഇത്രത്തോളം വളർന്നോ, നമ്മളെ ഇവർക്കൊക്കെ അറിയാമോ? കാരണം ലാലേട്ടൻ്റെ പോലത്തെ നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലുണ്ട്, ഒരുപാട് ന്യൂ ഫേസ് ഉണ്ട്, ഒരുപാട് ഓൾറെഡി ഉള്ള ടാലൻ്റ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു കഥാപാത്രം തേടി വരുമ്പോൾ അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. നമുക്കൊരു ലൈൻ ലൈറ്റ്, ഒരു പീക്ക് ഹെവൻ തന്നെ പറയാം. അപ്പോൾ അത് വേറൊരു സംഭവമുണ്ട്. അതായത് എൻ്റെ ഫസ്റ്റ് മൂവി +2 പൂജയൊക്കെ സ്വിച്ച് ഓൺ ചെയ്യാൻ വന്നത് ലാലേട്ടനായിരുന്നു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. കാരണം അന്ന് നമ്മൾ അത്രയും ആരാധനയോടെ, എന്നും ആരാധനയോടെ കാണുന്ന ഒരാളാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ നമ്മൾ അഭിനയിക്കുന്ന ഫസ്റ്റ് മൂവിയുടെ പൂജയ്ക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ വരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ആ ഒരു സംസാരം കഴിഞ്ഞാൽ വളരെ കുറച്ച് ടൈമിൽ ഇൻട്രാക്ഷനാണ്, ഒരു അരമണിക്കൂർ കൂടിപ്പോയുള്ള ഇൻട്രാക്ഷനാണ്, ഒരു 10-20 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് റെഡ് വൈനിൽ അഭിനയിക്കാൻ പോകുന്നു സലാം ബാബു സാറിൻ്റെ പടത്തിൽ. അതിൽ ലാലേട്ടൻ്റെ കൂടെ ഇതുപോലെ സ്ക്രീൻ സ്പേസ് ഉണ്ട്.
അത് കഴിഞ്ഞിട്ടാണ് ദൃശ്യം വരുന്നത്. അപ്പോൾ ലാലേട്ടനെ ഞാൻ ദൃശ്യം സെറ്റിൽ പോയ സമയത്ത് ലാലേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയി സംസാരിക്കുന്ന സമയത്ത് മോനെ വാ, ആ നല്ല ക്യാരക്ടർ ഇതിൽ ചെയ്യുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ പിന്നെ എനിക്കറിയാം മോനെ, നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചല്ലേ. അതാണ് അത്. മൂപ്പർ അന്വേഷിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തു, ഡെയിലി ഒരുപാട് പേരെ കാണുന്നതാണ്. അപ്പം മൂപ്പർ മൈന്യൂട്ടായിട്ടുള്ള നമ്മളെ മുഖം അത്രയും ഓർത്ത് വെക്കണമെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു അച്ചീവ്മെന്റ് തന്നെ പറയാം. അപ്പം അത് ഒരു വൻ കിളി പോയൊരു ഫീലായിരുന്നു ആ സമയത്ത്. ഭയങ്കര റിയലി ഹാപ്പി ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി നെക്സ്റ്റ് ഇതേപോലൊരു മെയിൻ എന്താ പറയുക ലെജൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, തമിഴായിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, ആരുടെ കൂടെ ആയിരിക്കും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ടൈം കൊണ്ട് ഞാൻ 1-2 പേര് കൂടെ അഭിനയിച്ച് കഴിഞ്ഞു. അതായത് ഇപ്പം ഞാൻ കമൽ സാറിൻ്റെ കൂടെ അഭിനയിച്ചു, കമൽഹാസൻ സാറിൻ്റെ കൂടെ. ഞാൻ തളപതി വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാമെന്ന് വെച്ച് ഇപ്പം ഇനിയിപ്പം വിജയ് സാർ അഭിനയം നിർത്തി, ഇനിയൊരു സിനിമയിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് ഇതുവരെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു മൂപ്പരുടെ ഒരു പീക്ക് ടൈമിൽ ഉണ്ടാകുന്ന കഥാപാത്രങ്ങൾക്ക് നമ്മൾക്കും അതിലൊരു ഭാഗമാകാൻ പറ്റി. മൂപ്പര് ആക്ടിങ് നിർത്തുന്നതിന് മുന്നേ നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റി. കാരണം തളപതി സാറുടെ ഒക്കെ കട്ട ഫാനാണ് ഞാനൊക്കെ ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് മറ്റേ വേട്ടക്കാരനൊക്കെ റിലീസ് സമയത്തൊക്കെ ഇവിടുന്ന് ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് സിനിമ കണ്ടിട്ട് തല്ലി മേടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് വൻ സംഭവമായിരുന്നു. ഇനിയും ഒരുപാട് ലെജൻസ് ഉണ്ട്, എല്ലാവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ദൃശ്യം ഇറങ്ങി കഴിയുമ്പോഴും ആൾക്കാർ കൂടുതൽ ട്രോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാറുണ്ടോ? പിന്നെ ഞാൻ കണ്ടില്ല, പിന്നെ ആരാ കാണാതെ? അത് കാണുമ്പോൾ എങ്ങനെയോ റിയാക്ഷൻ? ആദ്യം അപ്പൊ അതൊക്കെ അതായത് 2013 റിലീസ് ചെയ്ത സമയത്തൊക്കെ ഇത് വരുമ്പോഴൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. കാരണം ഇതെന്താ പരിപാടി എന്നല്ല. അന്ന് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമൊന്നും അത്ര പോപ്പുലർ അല്ല. അന്ന് നമുക്ക് ഫേസ്ബുക്ക് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിലും വളരെ റെയർ ആയിട്ടായിരുന്നു ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് അന്ന് വാട്സപ്പിൻ്റെ യൂസ് കുറവാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് വരുമ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇതിന് റിയാക്ട് ചെയ്യണം, ഇതെന്താ പരിപാടി എന്നറിയില്ല. ട്രോൾസ് ശരിക്കും നമ്മൾ ഒരു സർക്കുലറിൽ വരാൻ കാരണം 2016-2015 കാലഘട്ടമാണ്. അപ്പോൾ ദൃശ്യം ഇറങ്ങിയ സമയത്തൊന്നും ഇതത്ര പോപ്പുലർ അല്ല. അപ്പോൾ അതിനുശേഷം അന്ന് ആദ്യം റിയാക്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അത് സ്ഥിരമായി. അത് എല്ലാ വർഷവും August 2 എന്ന് പറയുന്ന ഡേറ്റിന് ആൾക്കാർ ആഘോഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ കഥാപാത്രം ആഘോഷിക്കപ്പെടും. പിന്നെ അതൊരു നമ്മുടെ പാർട്ട് ഓഫ് ദി ലൈഫായി. നമ്മൾ എക്സ്പെക്ട് ചെയ്യും, ഓക്കെ August 2 ആകുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് ഈ മെസ്സേജസ് വരും, ഈ ഫോർവേഡ്സ് വരും. പിന്നെ അത് അതിൻ്റെ പാർട്ടായിട്ട് കാണുന്നു. അത് നമ്മളെ ആൾക്കാർ ഓർക്കുന്നു പറയുമ്പോൾ വലിയൊരു ബിഗ് കാര്യം, വലിയ കാര്യമാണ്. ഇപ്പോൾ 1-ന്റെയും 2-ന്റെയും ഫസ്റ്റ് പോർഷനിൽ മാത്രമല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനുശേഷം ഈ 2ഉം 3 ഒക്കെ കാണുമ്പോൾ ഞാനില്ലല്ലോ, എൻ്റെ പോർഷൻ കഴിയില്ലോ, ഞാൻ നേരത്തെ മരിച്ചു പോയല്ലോ. അത് കാണുമ്പോൾ കുറച്ചെങ്കിലും സങ്കടം തോന്നുന്നുണ്ടോ? അതിൽ സൈക്കോളജിക്കലി പറയണമെങ്കിൽ ഞാൻ അങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല. ഞാൻ മരിച്ചില്ലായിരുന്നെങ്കിൽ 2ഉം 3ഉം ഉണ്ടാവും. അപ്പം ഞാൻ അതിൽ വരുൺ പ്രഭാറിന്റെ കഥാപാത്രം അതിൽ മരണപ്പെട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ 2നും സ്കോപ്പ് ഉണ്ടായിരിക്കില്ല, 3യും വരില്ല. 2ഉം 3യും 2 ഇറങ്ങിയിരിക്കുന്നത് ഡെഫിനറ്റ്ലി ആ സെയിം മോട്ടീവ് തന്നെയാണ്. അതാണ് ആ പ്ലോട്ടും പരിപാടികളൊക്കെ അത് തന്നെയാണ്, നിങ്ങളൊക്കെ കണ്ടാണ്. 3യിലും അത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പം അറിയില്ല, ജിത്തു സാറിന്റെ ബ്രെയിൻ അല്ലേ അത്, വേറെ രീതിയിലൊക്കെ ചിലപ്പം റൂട്ട് ചെയ്ത് പോവാം. പക്ഷേ ലാലേട്ടനെ പോലത്തെ ഒരു ആക്ടറിന്റെ ലൈഫിൽ ഏറ്റവും ലാലേട്ടൻ ഒരു ബെസ്റ്റ് 10 മൂവീസ് എടുത്തു നോക്കി അതിൽ ദൃശ്യമുണ്ട്. അതിൽ നമ്മളും ഭാഗമാവാന്ന് പറയുന്നത് ചെറിയ ഭാഗമല്ല, വലിയൊരു ഭാഗമാന്ന് പറയുന്നത് ഇറ്റ്സ് എ അച്ചീവ്മെന്റ്. ഐ ആം റിയലി ലക്കി ടു ബി പാർട്ട് ഓഫ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളിങ്ങനെ കണ്ടു, ഈ ചാക്കിൽ കൊണ്ടുപോയത് വരുണല്ല, എന്തോ തേങ്ങയാണ്. അത് അൻസിബ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ കണ്ടു, എന്റെ ലിങ്ക് ഞാൻ കണ്ടിരുന്നു. അത് ആക്ച്വലി അതൊരു സർക്കാസമാണ്. അതായത് എന്നെ ഒരിക്കലും ചാക്ക കെട്ടി വലിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ നമ്മളെ ആർട്ടിസ്റ്റുകൾക്ക് കുറച്ചുകൂടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് തേങ്ങയും കുറച്ച് അത് ഈ ടെക്നിക് എന്ന് പറയും, ക്യാമ്പ് ടെക്നിക് എന്ന് പറയും. അപ്പൊ അതിനു വേണ്ടി പറഞ്ഞു. അത് ആൾക്കാർ വിചാരിച്ചു ഇനിയിപ്പോ അപ്പൊ അവൻ അന്ന് അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിൽ അവൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിക്കും. ജനങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇപ്പൊ ഞാൻ പോലും ഇപ്പൊ ഒരു സിനിമ കാണുമ്പോൾ മുൻവിധിയോടെ കാണുന്ന ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ അതൊന്നും ആയിരിക്കില്ല നമ്മൾ കണ്ടു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങളൊന്നും ആയിരിക്കില്ല ഓൺ സ്ക്രീൻ വരും. സ്വാഭാവികം, അങ്ങനെ സംഭവിക്കാം. ഇനിയിപ്പോ ഏതാണ് പുതിയ വിശേഷം? ഇനിയിപ്പം പുതിയ വിശേഷം റേച്ചൽ റിലീസിനുണ്ട്. ഞാനും ഹണി റോസും കൂടെ പേറപ്പ് ചെയ്യുന്നൊരു മൂവിയാണ്. ആനന്ദിനി ബാല എന്ന് പറയുന്നൊരു ന്യൂ ഫേസാണ് ഡയറക്ട് ചെയ്തത്. നമ്മുടെ അബ്രിൽ ഷൈൻ ചേട്ടനാണ് അത് പ്രസന്റ് ചെയ്യുന്നത്, ബാദുക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു ഇറങ്ങാൻ പോകുന്നൊരു പടം. അത് 2-3 months ബാക്ക് ഇറങ്ങേണ്ട പടമായിരുന്നു. ചില കാരണങ്ങളാണ് ഇത് പോസ്റ്റ്പോണ്ടായി. ഇനിയിപ്പം ജൂണിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ തെലുങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്തിട്ടുണ്ട്, അഗത എന്നാണ് പേര്. നമ്മുടെ പ്രഭാസ് സാറിന്റെ മഹേഷ് ബാബുവിന്റെ ഒക്കെ പ്രൊഡ്യൂസറാണ്. മുന്നേ വർഷം എന്നൊക്കെ പറഞ്ഞ അവിടെ പടം ചെയ്തിട്ടുണ്ട്. ഒക്കടു എന്ന് പറഞ്ഞ മഹേഷ് ബാബുയുടെ പടം, അതിന്റെയൊക്കെ പ്രൊഡ്യൂസർ വീണ്ടും റീലോഞ്ച് ചെയ്യാണ്. അപ്പൊ അതിലൊരു നമ്മൾ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതാണ് ഇനിയിപ്പോൾ ഉള്ള റിലീസസ്.
ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മെസ്സേജസ് ഒക്കെ എല്ലാവർക്കും വരുമല്ലോ. ഇപ്പം നിങ്ങൾക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പം സ്വാഭാവികം അത് ഇപ്പം നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാരെ മെസ്സേജ് ചെയ്യും, നമ്മളോട് ദേഷ്യമുള്ള ആൾക്കാർ മെസ്സേജ് ചെയ്യും, നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മെസ്സേജ് ചെയ്യും. പക്ഷെ എല്ലാവർക്കും നമ്മൾ ഒരേപോലെ കൈകാര്യം ചെയ്യാന്നുള്ള കാര്യമുള്ളൂ. നേരത്തെയൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുമായിരുന്നു. നേരത്തെയൊക്കെ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കുമായിരുന്നു. കാരണം നമുക്കൊന്ന് അതായത് നമ്മൾ ആ ഏജും നമ്മളുടെ ആ ഒരു ടൈമും അങ്ങനെയായിരുന്നു. നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാകും, നമുക്ക് ഇപ്പോൾ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ നമ്മൾ റിപ്ലൈ ചെയ്യാൻ കൊടുക്കും. ചില മെസ്സേജൊക്കെ നമുക്ക് ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. കാരണം നമ്മൾ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, നമ്മളെ കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ചിലർ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുന്നേ എന്തെങ്കിലും കാര്യം കേട്ട് പ്രൊവോക്ഡ് ആയിട്ടുണ്ടാവും. ഇതറിയുന്ന ഏതോ ഒരുത്തൻ ഈ ന്യൂസും കണ്ടിട്ട് പിന്നെ നമ്മൾ ചൊറിയാൻ വേണ്ടി വരും. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഡെഫിനറ്റ്ലി മെസ്സേജ് വരാറുണ്ട്. ഇപ്പം ദൃശ്യം 3 റിലീസ് സമയത്തൊക്കെ എന്തോരം മെസ്സേജ്, ചവറ് പോലെ മെസ്സേജാണ്. അതായത് നമ്മൾ അതിലുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ കഥ അറിയോ, ഒന്ന് പറഞ്ഞു തരാമോ, ഞങ്ങൾ എക്സൈറ്റഡ് ആണ്, ലാലേട്ടനൊന്നും മെസ്സേജ് റിപ്ലൈ തരുന്നില്ല, നിങ്ങളെങ്ങനെ ഒന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ചിലതൊക്കെ നമ്മൾ ഭയങ്കര ഫണ്ണാണ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ഓക്കെ, +2 മൂവി ആയിരുന്നില്ലേ ഫസ്റ്റ് മൂവി? അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ടുള്ള ഒരു എൻട്രി? ഞാൻ +2 പഠിക്കുമ്പോൾ തന്നെയാണ് +2 മൂവിയിൽ. +2 എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് +2 മൂവിയിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നത്. അത് ഭയങ്കര, അതായത് ഞാൻ വളരെ ആക്സിഡൻ്റലി സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ ഫസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തായിരുന്നു, LCC കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ഞാനും നമ്മുടെ അമലാപ്പോളും കൂടി ചെയ്തതാണ്. അത് 2011 ചെയ്തതാണ്, 2011. അത് കണ്ടിട്ടാണ് എന്നെ +2 മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അതും ഭയങ്കര ആക്സിഡൻ്റലി വന്നതാണ്. പക്ഷേ വന്നപ്പോൾ അത്യാവശ്യം ആ സിനിമ കുറേ പേർക്ക്, അതായത് അന്നത്തെ ആ ഒരു ഏജ് കാറ്റഗറി +2 പഠിക്കുന്ന ഒരുപാട് പേർക്ക് അത് കണക്റ്റായി. അതിൻ്റെ സോങ്സ് ആയാലും അതിൽ സീൻസ് ആയാലും ഒരുപാട് പേർക്ക് ഇഷ്ടമായി അത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു ഇഷ്ടം നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സിനിമ എന്നുള്ളൊരു ആഗ്രഹം, ഒരു പാഷൻ നമ്മുടെ ഉള്ളിൽ വളർന്നത്. അതിനുശേഷം 1-2 സിനിമകൾ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞപ്പം കിട്ടിയ ഏറ്റവും വലിയ ബ്രേക്ക് ആയിരുന്നു 2013 ദൃശ്യം. അത് ഒരിക്കലും +2 ചെയ്തുകൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു സിനിമയിൽ ചെയ്യാൻ പറ്റിയില്ല. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ്. ആ ടൈമിലൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ഒരു ക്രഷ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. +2 മൂവി കണ്ടിട്ട് അതിലുള്ള മെയിനായിട്ട് അട്രാക്ട് ചെയ്യുന്നത് കണ്ണായിരിക്കും. അല്ല, അത് എന്തുകൊണ്ടാ വെച്ചാൽ ഈ +2 ഈ കണ്ണും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതായത് ഈ ഫസ്റ്റ് മൂവിയിൽ എന്നെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു. പൂച്ചക്കണ്ണുള്ള ആൾക്കാരെ വേണമെന്ന് ഈ ഡയറക്ടർക്ക് മസ്റ്റ് ആയിരുന്നു. അപ്പം കുറേ ഓഡിഷൻ വെച്ചിട്ട് ഡയറക്ടർക്ക് ഇഷ്ടാവാത്തതുകൊണ്ട് ആ സമയത്താണ് ഡയറക്ടർ പെട്ടെന്ന്, അന്ന് ഏഷ്യ വിഷൻ എന്ന് പറഞ്ഞ ചാനൽ അങ്ങനെ എന്തുകൊണ്ട് അതിലാണ് ഈ അഡ്വർടൈസ്മെന്റ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, എൻ്റെ അഡ്വർടൈസ്മെന്റ് വന്നു. അത് കണ്ടപ്പോഴായിരുന്നു മൂപ്പർ എൻ്റെ ഫാദർ മൂവി ഫീൽഡിൽ ഒരു കോൺടാക്റ്റുള്ള ഒരാളാണ്. ഫാദറിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് എന്നിലേക്ക് എത്തുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നു, 10-50 പേരോളം നമ്മൾ കണ്ണുകൾ നോക്കി. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഈ കണ്ണിന് ഇത്രയും പവറുണ്ടോ? അപ്പം അതൊക്കെ ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കണ്ണാണ് എല്ലാത്തിൻ്റെ ഒരു ആയിരിക്കാം. എങ്ങനെ പാഷൻ ഉണ്ടായിരുന്നോ മുമ്പേ സിനിമയിൽ? അതായത് മുന്നേ ഉണ്ടോന്ന് വെച്ചാൽ സിനിമയിൽ വന്നു കഴിയുമ്പോഴാണ് സിനിമ എന്താണെന്നും സിനിമയിലുണ്ടാവുന്ന ഒരു ലൈം ലൈറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും ക്രേവ് ചെയ്യും പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ വന്ന സമയം എന്നൊക്കെ പറയുന്നത് വളരെ യങ് ഏജിൽ വന്ന ഒരാളാണ്, 18 വയസ്സിൽ വന്ന ആളാണ്. ഞാൻ +2 പഠിക്കുമ്പോൾ തന്നെ വന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും ഫ്രെയിംഡ് ആണ്. എനിക്കിപ്പം വലിയൊരു മെച്യൂർഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. അതായത് നമുക്ക് ഉടനെ പെട്ടെന്നൊരു ഹീറോ ആവാനോ അല്ലെങ്കിൽ ഉടനെ വലിയൊരു വില്ലൻ ആവാനോ നമുക്ക് പറ്റില്ല. നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു 18 +2 കഴിഞ്ഞപ്പോൾ 2 വർഷം അങ്ങോട്ട് ഗ്യാപ്പ് വന്നിട്ടാണ് പിന്നെ സിനിമകൾ ചെയ്തു. പിന്നെ കോളേജിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഒരു സിനിമ ചെയ്തു. അത് വലിയൊരു ഡയറക്ടർ കൂടിയാണ്, രാജസേനൻ സാറുടെ കൂടി, സീനിയർ മോസ്റ്റ് ഡയറക്ടറാണ്. അപ്പോൾ അത് നമുക്കൊരു സ്കൂൾ പോലെ ആയിരുന്നു. ഒരു സിനിമ എന്താണെന്ന് പഠിക്കാൻ പറ്റി. +2 എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫസ്റ്റ് മൂവിയാണ്, നമ്മൾ ആ ഒരു വണ്ടറോടെ നമ്മളത് കാണുള്ളൂ. രണ്ടാമത്തെ സിനിമ എത്തുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ക്രൂവിൻ്റെ കൂടെയായി നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ സിനിമയിൽ നിൽക്കേണ്ടതായിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. സിനിമേൻ്റെ ബേസിക്സ് ഉണ്ട്, ടാക്ടിക്സ് ഉണ്ട്, ലൈറ്റ് ക്യാച്ച് ചെയ്യുന്നത്, അഭിനയിക്കുമ്പോഴുള്ളത്, ഡയലോഗ് ഡെലിവറി, ടൈം മോഡുലേഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഒരു സ്കൂൾ, ഒരു ചെറിയൊരു മിനി സ്കൂൾ തന്നെയായിരുന്നു. അതൊക്കെ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു, നല്ലൊരു അനുഭവം. ഈ +2 മൂവിയിൽ ഒരു എന്താ പറയുക ജോണർ റൊമാൻറ്റിക് വേർഷൻ പെട്ടെന്ന് ഒരു ത്രില്ലിങ് സ്റ്റണ്ട് കാര്യങ്ങളിലേക്കൊക്കെ ആക്ഷൻ രംഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ ഒരു ആക്ടറിനെ പറ്റി ഇപ്പം പെട്ടെന്നായിരിക്കും, ഇപ്പം നിങ്ങളൊരു ആക്ട്രസ് ആണ്, അപ്പോൾ നിങ്ങൾക്കൊരു കഥാപാത്രം നിങ്ങളെ തേടിയെത്തുമ്പോൾ ഇന്ന ക്യാരക്ടറാണ്, ഇതുപോലെ നിങ്ങൾ പെർഫോം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ മെൻ്റലി നമ്മൾ അങ്ങനെ ആവാൻ ശ്രമിക്കും. നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിലും നമ്മളത് പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരും സിനിമകൾ ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന് നമുക്ക് തോന്നുമെങ്കിലും പിന്നീട്
അതൊരു മാജിക്കാണ്. നമ്മൾ എല്ലാവരും സപ്പോർട്ടും, ഡയറക്ടർ സപ്പോർട്ട് ഉണ്ടാവും, DOP യുടെ സപ്പോർട്ട് ഉണ്ടാവും, ഹോൾ ക്രൂ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കഥാപാത്രമായിട്ട് നമ്മളത് കോപ്പറേറ്റഡ് ആവും. പിന്നെ ഓൺ സ്ക്രീനിൽ വരുമ്പോഴേക്ക് നമ്മൾ തന്നെ ഞെട്ടിപ്പോകാറുണ്ട്, ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത്. അതൊരു മാജിക്കാണ്. അത് അങ്ങനെ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലത്തെ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് നമുക്ക് ഫ്രീഡവും സ്പേസും തരുന്ന അല്ലെങ്കിൽ റെസ്പെക്ട് തരുന്ന ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും, ഡെലിവറി ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ അഭിനയിച്ച സിനിമകൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ എന്തെങ്കിലും തിരുത്താമായിരുന്നു, കുറ്റമായിട്ട് സ്വയം തോന്നാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇപ്പം ചില സീക്വൻസൊക്കെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഓക്കെ ആയിരിക്കും, മോണിറ്ററിൽ നോക്കുമ്പോഴും ഓക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് മൊത്തം എല്ലാ പ്ലാനും കഴിഞ്ഞ് തിയേറ്ററിൽ വരുന്ന സമയത്ത് അയ്യോ നമ്മൾ വിചാരിക്കും ഇതെന്താണ് അങ്ങനെ ഫ്ലാറ്റ് ആയത്, നമുക്ക് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. അത് നമ്മൾ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അത് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളത് പഠിക്കും. നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോൾ അത് പഠിക്കും. നമ്മളിപ്പം കുറച്ച് സിനിമകളിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പം ചില നടന്മാരൊക്കെ സിംഗിൾ അത് മലയാളത്തിലെ മിക്ക നടന്മാർ സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റുകളാണ്. എസ്പെഷ്യലി ലാലേട്ടനൊക്കെ സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റുകളാണ്, മമ്മൂക്കയാണെങ്കിലും. അപ്പോൾ അവരൊക്കെ അത് ഓൺ സ്ക്രീൻ വരുമ്പോഴും ദേ ആർ ഹാപ്പി വിത്ത് ഇറ്റ്. അവർ സാറ്റിസ്ഫൈഡ്, അവർ ഓക്കെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യും. അതായത് ഇപ്പം നമുക്കൊരു സീൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ, അതായത് ഇപ്പം ഒരു സീൻ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാലോ, നമ്മളത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ നമുക്കൊരു ധൈര്യം, നമ്മളൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തത് വർക്കാവും. പക്ഷെ നമ്മൾ അവസാനം ഡയറക്ടർ ഓക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കും വിചാരിക്കും. പക്ഷെ സ്ക്രീനിൽ ഓൺ സ്ക്രീനിൽ വരുമ്പോഴേക്കും മൂവിയിലേക്ക് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഒരു 30% കൂടെ നന്നാക്കാമായിരുന്നു നമുക്ക് തോന്നും. അങ്ങനെ ചെയ്ത സിനിമകൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ അടുത്ത സിനിമയിൽ മേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടികൾ. ഇപ്പോൾ ഈ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതായിരുന്നു? ഓഫ് കോഴ്സ് എൻ്റെ ഫസ്റ്റ് മൂവി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നത്തെ ജനറേഷനിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. ആ ഒരു +2 ടൈമിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആ സിനിമയെ പറ്റിയും ആ കഥാപാത്രത്തിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചൊരു സിനിമയാണ്. അതിൽ പാട്ടുകൾ, അതിൽ ചെറിയ മൊമെൻറ്റ്സ്, ചെറിയ സീക്വൻസുകൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ എല്ലാവർക്കും ഫസ്റ്റ് സിനിമയിൽ ആ കഥാപാത്രം തന്നെയായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. എനിക്കും അതുപോലെ തന്നെയാണ്. അതിനുശേഷം അതുപോലെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പം വാഴ 2 ഒക്കെ കണ്ടില്ലേ? വാഴ 2 ഒക്കെ ശരിക്കും ആ ഒരു ജോണറാണ്. ജനറേഷൻ മാറിയെന്നേ ഉള്ളൂ. ജനറേഷൻ മാറി, ആൾക്കാരുടെ തോട്ട്സ് മാറി, തോട്ട് പ്രോസസ്സ് മാറി, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് അതുപോലെ വീണ്ടും സിനിമകൾ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെറുതാവും, വീണ്ടും പ്രായം കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഏതാണ് ആഗ്രഹിക്കുന്നത്? ഇന്ന ക്യാരക്ടർ ചെയ്യാം എന്നുള്ളൊരു മെന്റാലിറ്റി? അല്ല, ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഒരുപാട് ചോക്ലേറ്റ് അല്ലാത്ത നമ്മളുടെ എല്ലാവർക്കും റോ ആയിട്ടൊരു ഫേസ് ഉണ്ട് അല്ലേ? അതായത് നമ്മൾ വീട്ടിൻ്റെ അകത്ത് എങ്ങനെയാണ്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ്, നമ്മൾ ഒത്തിരി ഒരുങ്ങാതെ വളരെ നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊന്നും ചെയ്യാതെ ഒരുപാട് നമ്മൾ ഈസ്തറ്റിക് ആവാതെ ഒരു ലുക്ക് ഉണ്ടല്ലോ, വീട്ടിലൊക്കെ എങ്ങനെ ഇരിക്കുന്നറിയില്ല. അതുപോലെ റോ ആയിട്ടൊരു സിനിമ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് എനിക്ക് അങ്ങനെ ഒരു സിനിമ വന്നു വിട്ടു. അങ്ങനെ ആ ഒരു സിനിമയാണ് റേച്ചൽ. അതിൽ ഞാൻ ചെയ്ത കഥാപാത്രം ഒരു നിക്കോളാസ് എന്നാണ്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര റോ ആയിട്ടുള്ള ഒരാളാണ്. അതായത് വളരെ റൂറൽ ആയിട്ടുള്ളൊരു പയ്യൻ, ഒരു സ്ഥലത്ത് ജോലി തേടി വരുന്നു, പൈസക്ക് വേണ്ടി, അതായത് ജീവിക്കാൻ വേണ്ടി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു പയ്യനായിട്ടാണ് ചെയ്തത്. അതെനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു കഥാപാത്രം, ഒരു സിനിമയും കൂടെയാണ്. അപ്പം അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അത് വന്ന് വിട്ടു. ഇനിയിപ്പോൾ മനസ്സിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വരട്ടെ വന്നു വിടും എന്ന് വിശ്വസിക്കുന്നു. റോഷന്റെ ഫാദറും ഫിലിം ഇൻഡസ്ട്രി തന്നെയാണല്ലോ. അപ്പോൾ വീട്ടിൽ അച്ഛൻ ഇങ്ങനെ പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ മോന് ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടോ? ഗ്രോത്ത് വരാൻ വേണ്ടി ബൂസ്റ്റൊക്കെ കളിക്കുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ അല്ല. നമ്മൾ നേരത്തെ വരുമ്പോൾ ഓഫ് കോഴ്സ് പപ്പയാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി കൊണ്ടു തന്നത് ഫസ്റ്റ് സിനിമയിൽ. അപ്പം നമ്മളെ ഒരു ടൈം പീരീഡ് വരെ അവർ നമ്മളെ കെയർ ചെയ്യും. നമുക്കൊരു ഏജ്, നമുക്ക് മെച്യൂരിറ്റി ആയി, നമുക്ക് ഇവന് കാര്യഗൗരവങ്ങളായി എന്നറിയുമ്പോൾ നമ്മളതായിട്ടുള്ള ഒരു ഫ്രീഡം നമുക്ക് തരുമല്ലോ. അതെല്ലാ പാരൻറ്റിങ്ങും അങ്ങനെയാണല്ലോ. അപ്പം അല്ലാതെ പപ്പ എനിക്ക് ഒരുപാട്, അതായത് തെറ്റും ശരി എന്താണെന്ന് തിരിച്ചറിയാൻ പഠിക്കണം. അതിപ്പം ചില ആൾക്കാർ കണ്ണടച്ചെല്ലാം വിശ്വസിക്കും അല്ലേ? ചില ആൾക്കാർ അത് 2 പ്രാവശ്യം ആലോചിച്ചിട്ടേ ഒരു തീരുമാനത്തിലെത്തുള്ളൂ. അപ്പം ഞാനൊക്കെ എടുത്തുചാട്ടക്കാരനായിരുന്നു. കാരണം നമ്മൾ ആലോചിക്കാതെ ഇപ്പോൾ ഒരു കാര്യത്തിന് പോകണമെങ്കിൽ അങ്ങ് പോയേക്കാം, അല്ലെങ്കിൽ പോണ്ട. അത് ഒന്നെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ഉണ്ട്. നമുക്കൊരു രണ്ടാമത് നമ്മൾ ചിന്തിക്കില്ലായിരുന്നു. അപ്പോൾ പപ്പ എപ്പോഴും പറയായിരുന്നു, എപ്പോഴും നീ സിനിമകൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നീ എപ്പോഴും ഒന്ന് ആലോചിച്ച് കുറച്ച് സ്ലോ പേസിലൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കി സംസാരിക്കണം. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞവരായിരുന്നു. ഇപ്പം പിന്നെ ഞാനാണ് തോന്നുന്നു പപ്പാനെ ഉപദേശിക്കുന്നത്. കുഴപ്പമില്ല. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ് ഇതിൽ തന്നെ പപ്പയുടെ ഒരു എന്താ പറയാ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള ഒരു
സ്പേസ് ഉണ്ടായി. അപ്പോൾ മറ്റുള്ളവരും എങ്ങനെ, വീട്ടിലെല്ലാവരും നല്ല ആ സപ്പോർട്ടായിരുന്നു? പിന്നെ എല്ലാവരും സപ്പോർട്ടാണ്. പ്ലസ് ടു പഠിക്കുമ്പോഴല്ലായിരുന്നോ വന്നിട്ട്? ഫസ്റ്റ് പ്ലസ് ടു പഠിക്കുമ്പോൾ അപ്പം എല്ലാവരും സപ്പോർട്ടായിരുന്നു. കാരണം നമുക്ക് ഒരിക്കലും കിട്ടാത്ത ഓപ്പർച്യൂണിറ്റിയാണ് സിനിമയിൽ അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഈസിയായി. കാരണം സിനിമക്ക് ഒരുപാട് മീഡിയ ഉണ്ട്. നമുക്ക് ഇപ്പം ചുമ്മാ ഒരു യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം, അതുകൊണ്ട് സിനിമകൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു റീൽ ചെയ്ത് ആ റീൽ കണ്ടിട്ട് ഇപ്പോൾ എന്തോ ഇൻഫ്ലുവൻസേഴ്സ് ആക്ടേഴ്സ് ആയിട്ടുണ്ട്. അന്നൊന്നും അങ്ങനെ, അന്ന് നമുക്ക് ഒരു സിനിമ വരിക എന്ന് പറയുന്നത് പ്രോപ്പർ ചാനൽ, അതായത് പോർട്ട്ഫോളിയോ, അഷ്റഫൊക്കെ അറിയാം, പോർട്ട്ഫോളിയോ ചെയ്യണം, ഫോട്ടോസ് നമ്മൾ ഡയറക്ടർമാർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്ത് അവർ വിളിച്ചാൽ തന്നെ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടാവും. സ്ക്രീൻ ടെസ്റ്റിൽ നമ്മൾ പാളിപ്പോവും. അല്ലെങ്കിൽ വിളിച്ചാൽ ഒരു 1000 ഒരു 10,000 ആൾക്കാരിനിടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അന്ന് സിനിമ. ഇന്ന് സിനിമ കുറച്ചുകൂടി എളുപ്പമാണ്. ഞാൻ വന്ന സമയത്തൊക്കെ, അതായത് എനിക്ക് തോന്നുന്നു പ്ലസ് ടു സിനിമ സമയത്തൊക്കെ ന്യൂ ഫേസ് എന്ന് പറയുന്നത് ഒരു പുതുമുഖ പരിപാടി തുടങ്ങിയത് ഞങ്ങളും മലർവാടി ആർട്സ് ക്ലബ്ബ്, നിവിൻ പോളിയുടെ മലർവാടി ആർട്സ് ക്ലബ്ബുമാണ്. വേറെ ഒന്നും വന്നിട്ടില്ല. ബാക്കിയൊക്കെ വന്നു, അതായത് 2013-12 ശേഷമാണ് ബാക്കിയൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ അന്നും ഇന്നും വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഇന്ന് കുറച്ചുകൂടി എളുപ്പമാണ്, അന്ന് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്ര നേരം നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ, എനിക്ക് കാണാൻ സാധിക്കട്ടെ, വെയിറ്റിംഗ് ആണ്. അപ്പോൾ താങ്ക് യു സിനിഗ്രാം മീഡിയ. കാണാം, വീണ്ടും കാണാം.